നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വൻ അഴിച്ചുപണിക്കാണ് വി.ഡി. സതീശൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതോടുകൂടി പൊള്ളിയ പിണറായി വിജയനും CPM-ഉം വി.ഡി. സതീശനെ കടിച്ചു കീറാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന കൂട്ടരുടെ വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടികളും നടപടികളുമാണ് വി.ഡി. സതീശൻ പുറത്തെടുക്കുന്നത്. ക്ഷേമ പെൻഷനിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില അനർഹരുണ്ട്. 10,000-കണക്കിന് പേരാണ് ഈ പദ്ധതിയിൽ ഒരു തരത്തിലും കയറിക്കൂടാൻ പാടില്ലാത്തവർ, അനർഹരായവർ കയറിക്കൂടിയിരിക്കുന്നത്. പിണറായി വിജയന്റെ കാലം മുതൽ തന്നെ ഈ ഒരു ആരോപണം ശക്തമായി ഉയരുന്നതാണ്. ഈ പദ്ധതിയിൽ അനർഹർ കയറിക്കൂടിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരി നക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കത്തിലേക്കാണ് വി.ഡി. സതീശൻ സർക്കാർ കടക്കുന്നത്. എന്നാൽ CPM-കാർ ഇപ്പോൾ ഇത് സർക്കാരിന്റെ തട്ടിപ്പാണെന്നും പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ തട്ടിപ്പ് നടത്തിയത് നിങ്ങളാണെന്നും നിങ്ങളുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ അനർഹർ ഈ ക്ഷേമ പെൻഷനിൽ കയറി കൂടിയിരിക്കുന്നതെന്നും അവരെ ചവിട്ടി പുറത്താക്കാനോ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ എന്തുകൊണ്ട് പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചെയ്തില്ല എന്നുള്ള ചോദ്യവും ഇപ്പോൾ UDF ഉയർത്തുകയാണ്. പിണറായി ശിങ്കിടികൾ ഉൾപ്പെടെയാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങി കീശയിലാക്കിയത്. ഇവരെ എല്ലാവരെയും പുറത്താക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. അനർഹരെ ഒഴിവാക്കി അർഹരായ പാവപ്പെട്ടവരിലേക്ക് മാത്രം ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്നാണ് പ്രഖ്യാപനം. പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് സഹകരണ ബാങ്കുകളെയും സൊസൈറ്റികളെയും ഒഴിവാക്കി തുക പൂർണ്ണമായും നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ വർഷങ്ങളായി തഴച്ചു വളർന്ന വ്യാജ ഗുണഭോക്താക്കളുടെ സാമ്രാജ്യമാണ് ഇനി തകർന്നു വീഴാൻ പോകുന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഈ ക്ഷേമ പെൻഷനിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഭരണകക്ഷി നേതാക്കളും പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. മികച്ച തീരുമാനമാണ് ഇതെന്ന് പലരും പറഞ്ഞു. ജനങ്ങളുടെ അവകാശം നേരിട്ട് അവരിലേക്ക് എത്തട്ടെ, അതിനിടയിൽ ചിലർ നിൽക്കുന്നു. അവരെന്തോ ഒരു ഔദാര്യം നൽകുന്നത് പോലെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇനി അത്തരം ഏർപ്പാടൊന്നും ഇല്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ പദ്ധതിയെ, ഈ ഒരു പൊളിച്ചെഴുത്തിനെ അംഗീകരിക്കുന്നവർ പറയുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന വൻ പെൻഷൻ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഇതിലൂടെ അവസാനിക്കും എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ നീക്കത്തെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് പിണറായി വിജയനും CPM-ഉം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം ജനവിരുദ്ധമാണെന്നും പെൻഷൻ പദ്ധതി തകർക്കാനാണ് എന്നും ആരോപിച്ചാണ് പിണറായി വിജയൻ വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾ വഴിയുള്ള വാതിൽപ്പടി പെൻഷൻ വിതരണം തടസ്സപ്പെടുത്തുന്ന പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പണം എത്തിക്കുന്ന മികച്ച ഒരു സംവിധാനത്തെയാണ് UDF സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത്. സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചടവ് വിവരങ്ങളും വിതരണ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്ന ഗുരുതരമായ പോരായ്മയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന് കാരണമായത്. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ മാനദണ്ഡങ്ങളും ഇതിൽ പ്രധാന ഘടകമായി മാറി. ഇതോടെ ഇനി മുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ കൈമാറുക. കിടപ്പ് രോഗികൾക്കും നേരിട്ട് പോയി തുക വാങ്ങാൻ കഴിയാത്ത, ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രമേ വീടുകളിൽ നേരിട്ട് തുക എത്തിക്കുകയുള്ളൂ. സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന വൻ തുകയുടെ ഇൻസെന്റീവ് ലഭിക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കും. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്ത് പരിശോധിച്ച ശേഷമാണ് ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ വിതരണം ചെയ്തിരുന്ന രീതിയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. ഈ ഇടനിലക്കാർ വഴി ഈ പണം അർഹരിലേക്ക് എത്തിക്കുമ്പോൾ ഇതിനിടയിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അതുകൊണ്ടാണ് ബാങ്കുകൾ വഴി മാത്രം ഇനി ഗുണഭോക്താക്കളിലേക്ക് പണം എത്തിക്കുകയുള്ളൂ എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും കിടപ്പ് രോഗികൾക്കും ഈ തുക വന്ന് വാങ്ങാൻ കഴിയാത്ത ആൾക്കാർക്കും, അതായത് ബാങ്കിൽ നിന്ന് ഇത് പോയി എടുക്കാൻ കഴിയാത്ത ആൾക്കാർക്കും നേരിട്ട് അവരുടെ വീടുകളിലേക്ക്, അവരുടെ കൈകളിലേക്ക് എത്തിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇവിടെയാണ് മറ്റ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരവും കൂടിയുള്ളത്. അതായത് ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ കയറി കൂടിയിരിക്കുന്നവർ എല്ലാം അർഹരാണോ എന്നുള്ള ചോദ്യം. അല്ല എന്നുള്ളത് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വ്യക്തമായതാണ്. ഒട്ടനവധി പേർ ഇതിൽ അർഹരല്ലാത്തവർ കയറി കൂടിയിട്ടുണ്ട്. അവരുടെ കൈകളിലേക്കൊക്കെ ക്ഷേമ പെൻഷൻ എത്തുന്നുമുണ്ട്. ക്ഷേമ പെൻഷൻ എന്തിനാണ് കൊണ്ടുവന്നത്? പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കൈത്താങ്ങ് എന്ന രീതിയിലായിരുന്നു. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ കയറി കൂടിയത്. സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാരാണ് അനർഹമായി സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇനിയും ഒരുപാട് ആളുകൾ ഇതിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ പ്രാഥമിക നടപടി എന്നോണം മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ള 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടിയും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായി തട്ടിയ തുക 18% പലിശ സഹിതം ഇവരിൽ നിന്ന് തിരിച്ചു പിടിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പിലായോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ ക്ഷേമ പെൻഷനിൽ അനർഹർ കയറിയിട്ടുണ്ടെന്നും അത്തരക്കാരെ കണ്ടെത്തിയെന്നും അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നും ഇതുവരെ അവർ വാങ്ങിയ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്നൊക്കെ പിണറായി വിജയൻ അന്ന് ഉത്തരവിട്ടിരുന്നു. പക്ഷെ ഒന്നും നടപ്പിലായില്ല. കാരണം നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഈ അനർഹരായി കയറി കൂടിയവരിൽ CPM-കാരൊക്കെയുണ്ട്. CPM-ന്റെ നേതാക്കൾ, അണികളൊക്കെ ഇതിൽ കയറി കൂടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് അന്വേഷണം ഒന്നും നടത്താതെ ഈ വിവാദം എങ്ങനെയും കെട്ടടക്കുക എന്നുള്ള നീക്കമായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത്. അന്ന് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ സോഫ്റ്റ്വെയർ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ എന്നിവരടക്കം ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ വരെ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ തട്ടിയത്, 373 പേർ. തൊട്ടു പിന്നിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേർ പെൻഷൻ കൈപ്പറ്റി. മെഡിക്കൽ എഡ്യൂക്കേഷൻ 124, ആയുർവേദ വകുപ്പ് 114, മൃഗസംരക്ഷണം 74, പൊതുമരാമത്ത് 47, സാങ്കേതിക വിദ്യാഭ്യാസം 46, ഹോമിയോപ്പതി 41, കൃഷി റവന്യൂ 35 വീതം, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് 34, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 31, കോളേജ് എഡ്യൂക്കേഷൻ 27 എന്നിങ്ങനെ നീളുന്നു പെൻഷൻ തട്ടിയ ജീവനക്കാരുടെ എണ്ണം. മറ്റ് പ്രമുഖ വകുപ്പുകളായ വിൽപ്പന നികുതി 14, പട്ടികജാതി ക്ഷേമ വകുപ്പ് 13, ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ 10 വീതം, ഫോറസ്റ്റ് 9, സഹകരണം 8, ലെജിസ്ലേച്ചർ, സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം, VHSC ഇവ 7 വീതം, സോയിൽ സർവേ, ഫിഷറീസ് 6 വീതം, തദ്ദേശ സ്വയംഭരണം, മോട്ടോർ വാഹനം, വ്യവസായം, ഫയർഫോഴ്സ്, മിൽക്ക് ഡെവലപ്മെന്റ്, സിവിൽ സപ്ലൈസ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇത് 4 വീതം എന്നീ വകുപ്പുകളിലെ ജീവനക്കാരും ഈ ലിസ്റ്റിലുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. വലിയ തുക ശമ്പളം വാങ്ങുന്നവർ ഉൾപ്പെടെയാണ് ഈ ക്ഷേമ പെൻഷനിൽ കയറിക്കൂടിയത്. ഇവരിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിയത്. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് നക്കിയെന്നല്ലാതെ ഇതിനെ മറ്റെന്താണ് പറയുന്നത്? പാവപ്പെട്ടവന്റെ കഞ്ഞിയിലും കൈയിടുന്നു എന്ന് നമ്മൾ പറയില്ലേ? ആ സംഭവമാണ് ക്ഷേമ പെൻഷന്റെ മറവിൽ നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പ്. ഇതിനെതിരെ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വലിയ വിമർശനം ഉയർന്നതാണ്. അന്ന് എന്തുകൊണ്ട് സർക്കാരിന് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? അനർഹമായി വാങ്ങിയ തുക മുഴുവൻ പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്ന് അന്നത്തെ സർക്കാർ പറഞ്ഞെങ്കിലും ഇത് ഒരു തരത്തിലും നടപ്പായില്ല. പൊതുജനങ്ങളുടെ നികുതി പണം അർഹതയില്ലാത്തവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് തടയാനാണ് VD സതീശൻ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള
അർഹരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇനി വി.ഡി. സതീശൻ സർക്കാരിനോട് പറയാനുള്ളത്, അതായത് ഇത് മുഴുവൻ ബാങ്കുകൾ വഴി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കിടപ്പ് രോഗികളായിട്ടൊക്കെ വീടുകളിൽ തന്നെ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ പട്ടികയ്ക്ക് പുറത്തു പോകരുത്. അവരിലേക്കൊക്കെ തന്നെയും ഈ തുക എത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അർഹരായ എല്ലാ മനുഷ്യരിലേക്കും ആ തുക എത്തണം എന്നുള്ളതാണ് കേരളം കട്ടായം പറയുന്നത്. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുന്നുണ്ട്. UDF സർക്കാർ പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിലവിലെ ഭീമമായ ഗുണഭോക്തൃ പട്ടിക വെച്ച് തുക നൽകിയാൽ സർക്കാരിന് മാസം തോറും 1986 കോടി രൂപ വേണ്ടിവരും. നിലവിൽ നൽകുന്ന 2000 രൂപ വെച്ച് തന്നെ ഖജനാവിന് വലിയ ബാധ്യതയുണ്ട്. അതിനാൽ മസ്റ്ററിംഗും തുടർ പരിശോധനകളും കർശനമാക്കി അനർഹരെ പൂർണ്ണമായി വെട്ടിനിരത്തുന്നതോടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 CCക്ക് മുകളിൽ എഞ്ചിൻ ശേഷിയുള്ള കാറുകളുള്ളവർ, മറ്റ് പെൻഷനുകൾ വാങ്ങുന്നവർ എന്നിവർക്കൊന്നും നിലവിൽ ക്ഷേമ പെൻഷന് അർഹതയില്ല. എന്നാൽ വ്യാജ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും ഗൾഫിലുള്ള മക്കളുടെ വരുമാനം മറച്ചുവെച്ചും 10,000ങ്ങളാണ് തുക തട്ടിയെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതോടെ മരണപ്പെട്ടവരുടെ പേരിലുള്ള പെൻഷനുകൾ തനിയെ ഒഴിവാകും. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ തലത്തിൽ വാർഡ് തല പരിശോധനകൾ നടത്തി വ്യാജന്മാരെ മുഴുവൻ പടിക്ക് പുറത്താക്കാനാണ് സർക്കാരിന്റെ നീക്കം. അർഹരായ പാവപ്പെട്ടവർക്ക് മാത്രം 3000 രൂപ വീതം പെൻഷൻ തടസ്സമില്ലാതെ നൽകാൻ ഈ വെട്ടിനിരത്തലിലൂടെ സാധിക്കും എന്നാണ് കണക്കുകൂട്ടൽ. സർക്കാരിന്റെ ഈ നീക്കത്തെയാണ് പിണറായി വിജയൻ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കിടപ്പ് രോഗികൾ ഒഴികെയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം പെൻഷൻ നൽകാനുള്ള നീക്കം പദ്ധതി തന്നെ പതിയെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയാണെന്ന് പിണറായി ആരോപിക്കുന്നു. ബാങ്കിംഗ് മേഖലയ്ക്ക് പുറത്തുള്ള വയോജനങ്ങളും ഭിന്നശേഷിക്കാരും അടങ്ങുന്ന അടിസ്ഥാന വിഭാഗത്തെ ഇത് കടുത്ത ബുദ്ധിമുട്ടിലാക്കും എന്നും പിണറായി പറഞ്ഞു. കേരളത്തിലെ പെൻഷൻ തുകയുടെ 86% സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. കേവലം 1% മാത്രം വരുന്ന കേന്ദ്ര വിഹിതത്തിന്റെ പേര് പറഞ്ഞ് കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടുന്നത് സാങ്കേതിക ന്യായം മാത്രമാണെന്നും മുൻ LDF സർക്കാർ ഈ തിട്ടൂരങ്ങളെ തള്ളിക്കളഞ്ഞാണ് മുന്നോട്ട് പോയതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. എന്നാൽ പിണറായി ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ തിരിച്ചു മറുപടി കൊടുക്കുന്നത് അർഹരായ എല്ലാവരുടെ കൈകളിലേക്കും തുക എത്തുമെന്നാണ്. എല്ലാം ബാങ്കിംഗ് വഴി ആക്കിയാലും ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത മനുഷ്യരും അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത മനുഷ്യരിലേക്കൊക്കെ നേരിട്ട് ഈ തുക എത്തിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന്റെ ഈ വാക്കിൽ എന്തെങ്കിലും വെള്ളം ചേർത്താൽ ജനം ശക്തമായ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഓർക്കുക. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി UDF നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിന്റെ മറവിൽ CPM നേതാക്കളും പ്രാദേശിക ഏജന്റുമാരും ചേർന്ന് കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരുന്നതെന്ന് വാർത്താ സ്ക്രീൻഷോട്ടുകൾ സഹിതം പങ്കുവെച്ചുകൊണ്ട് BRM ആരോപിച്ചു. ജനങ്ങളുടെ അവകാശം ഇടനിലക്കാരില്ലാതെ നേരിട്ട് അവരിലേക്ക് എത്തട്ടെ എന്നും ഇതിനിടയിൽ നിന്ന് പെൻഷൻ എന്തോ ഔദാര്യം പോലെ എത്തിക്കുന്ന ഏർപ്പാട് ഇനി നടപ്പില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. മരിച്ചവരുടെ പേരിൽ പെൻഷൻ തട്ടിയെടുക്കലും ഒപ്പിട്ട് വാങ്ങിയ തുക വെട്ടിക്കലുമെല്ലാം സർവ്വസാധാരണമായിരുന്നുവെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. സഹകരണ സംഘങ്ങൾ വഴി നടന്ന പെൻഷൻ വിതരണത്തിലെ വൻ ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിരോധം തീർക്കുന്നത്. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തിൽ മരിച്ച വ്യക്തിയുടെ പേരിൽ വർഷങ്ങളോളം പെൻഷൻ തുക കൈപ്പറ്റിയ സംഭവം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ DYFI ഭാരവാഹിയുമായ വ്യക്തി വ്യാജരേഖകൾ ചമച്ചാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത്. അതുപോലെ തലശ്ശേരിയിൽ വിവിധ ക്ഷേമ പെൻഷൻ തുകകൾ ഗുണഭോക്താക്കൾക്ക് നൽകുക തട്ടിയെടുത്ത കേസിൽ CPM ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും റൂറൽ ബാങ്ക് കളക്ഷൻ ഏജന്റുമായ കേളോത്ത് ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 6 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നത്. ഇത്തരം സംഭവങ്ങൾ സഹകരണ വിതരണ ശൃംഖലയിലെ വിടവുകളെയാണ് കാണിക്കുന്നതെന്ന് UDF ആരോപിക്കുന്നു. ഡേറ്റ ഉയർത്തി സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ പോര് നടക്കുകയാണ്.
പിണറായി വിജയന്റെ കുറിപ്പിന് താഴെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ഉയർന്നു വരുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 39 ലക്ഷം ആളുകളും നിലവിൽ യാതൊരു തടസ്സവുമില്ലാതെ DBT വഴി തന്നെയാണ് അക്കൗണ്ടിലേക്ക് പണം വാങ്ങുന്നത്. പെൻഷന്റെ മറവിൽ നടത്തിയിരുന്ന രാഷ്ട്രീയ കളി ഇനി നടക്കില്ല എന്ന് കണ്ടപ്പോഴുള്ള നടുക്കമാണ് പുതിയ ആക്ഷേപങ്ങൾക്ക് പിന്നിലെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുകയെത്തുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്നാണ് സർക്കാർ അനുകൂലികളുടെ വാദം. എന്നാൽ സാങ്കേതിക വിദ്യയും ബാങ്കിംഗ് സംവിധാനങ്ങളും കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്ത വയോധികർക്കും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും അക്കൗണ്ട് വഴിയുള്ള വിതരണം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന LDF വാദവും ശക്തമാണ്. ബാങ്കുകളിൽ കയറി ഇറങ്ങാതെ വീട്ടുപടിക്കൽ പണം എത്തിയിരുന്ന രീതി പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ ദുരിതത്തിലാക്കും എന്നാണ് അവരുടെ നിലപാട്. സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനൊപ്പം അർഹരായവർക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ ഈ തർക്കം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നുറപ്പാണ്. എന്തായാലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വലിയ പോരാണ് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടന്നിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഇടനിലക്കാർ വഴിയാണ് ഈ തുക ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിലൊക്കെ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം അത് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി സുതാര്യമായി ഈ പണം അർഹരിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം. അത് ബാങ്ക് വഴിയാണെങ്കിൽ അങ്ങനെ, മറ്റ് രീതികളിലൂടെയാണെങ്കിൽ തട്ടിപ്പ് നടക്കുമെന്ന് ഈ സർക്കാർ വാദിക്കുന്നു. എന്തായാലും സർക്കാർ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്, എല്ലാ അർഹരായവരിലേക്കും പണം എത്തും എന്നുള്ളത്. കാത്തിരുന്ന് കാണണം. VD സതീശൻ ഇനി ഇതിന്റെ മറവിൽ എന്തെങ്കിലും തട്ടിപ്പുമായിട്ടാണ് വരുന്നതെങ്കിൽ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും.